തറികളിലെ താളത്തിനൊത്ത ജീവിതത്തിൻ്റെ സംഗീതത്തിന് മാധുര്യം വരുത്തുന്നവരാണ് ബാലരാമപുരത്തെ നെയ്ത്തുകാർ. ബാലരാമപുരം കൈത്തറി ഉൽപ്പന്നങ്ങൾ വിശ്വപ്രസിദ്ധമാണ്. സ്ത്രീകളുടെ ജീവിതത്തെ കരുപിടിപ്പിച്ച പാരമ്പര്യത്തിൻ്റെ അഭിമാനമാണ് ചരിത്ര നഗരമായ തിരുവനന്തപുരത്തിനടുത്തുള്ള ബാലരാമപുരവും ഇവിടുത്തെ കൈത്തറിയും. നൂറ്റാണ്ടുകളുടെ വസ്ത്രപാരമ്പര്യത്തിൻ്റെ കഥ പറയാനുണ്ട് ബാലരാമപുരത്തിന്. കാലത്തിനനുസരിച്ച് ലോക നിലവാരത്തിലേക്ക് ഉയർന്ന നെയ്ത്തു ഗ്രാമങ്ങളിലെ സാധാരണക്കാരൻ്റെ കഥ. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകര താലൂക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് ബാലരാമപുരം. നേമം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ ചാലക്കമ്പോളം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പോളമായി പരിഗണിക്കുന്നത് ബാലരാമപുരത്തെയാണ്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ നിന്ന് കന്യാകുമാരി റൂട്ടിൽ 15 കിലോമീറ്റർ അകലെയായാണ് നെയ്ത്ത് തറികളുടെ താളത്തിൽ ഉറങ്ങി ഉണരുന്ന ബാലരാമപുരം ഗ്രാമം. തിരുവിതാംകൂർ മഹാരാജാവ് ബാലരാമവർമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ ബാലരാമപുരത്തിൻ്റെ വിസ്തൃതി ഏകദേശം 10 കിലോമീറ്റർ ചുറ്റളവാണ്. ബാലരാമപുരത്തെ നെയ്ത്തുകാർ പരമ്പരാഗത തരം ത്രോ ഷട്ടിൽ പിറ്റ് ലൂമുകളാണ് ഉപയോഗിക്കുന്നത്. നിലത്ത് കുഴികുത്തി ആ കുഴികളിൽ നിന്നാണ് വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നത്. കുഴിത്തറികളും വിരളമായുണ്ട്. തറിയിൽ ഒരു കസവ് സാരി നെയ്തെടുക്കാൻ ചുരുങ്ങിയത് 6 ദിവസമെടുക്കും. കസവിൻ്റെ വീതി നോക്കിയാണ് വില നിശ്ചയിക്കുന്നത്. ഒരു മുണ്ട് നെയ്യാൻ ഒരു ദിവസത്തെ അധ്വാനം വേണം. മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് വസ്ത്രനിർമ്മാണത്തിലും ഡിസൈനിലുമൊക്കെ മാറ്റം വരുത്തിയപ്പോൾ ബാലരാമപുരം കൈത്തറിയുടെ പ്രശസ്തി കടൽ കടന്ന അന്യനാടുകളിലേക്കുമെത്തി. കസവിൻ്റെ തിളക്കത്തിൽ ഒരു തെരുവ്, അതാണ് ബാലരാമപുരത്തിൻ്റെ മേലങ്കി. ഇവിടുത്തെ കാഴ്ചകൾ നെയ്ത്തുകാരുടെ നിറം മുക്കാത്ത ജീവിതമാണ്. കൈകാലുകളും മനസ്സും ഒരുപോലെ തറിയിലെഴുതുന്ന കസവ് പുടവയുടെ ഈറ്റില്ലം. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തമിഴ്നാട്ടിലെ വള്ളിയൂരിൽ നിന്നെത്തിയ നെയ്ത്തുകാരാണ് ബാലരാമപുരത്ത് തലമുറയായി ഈ തൊഴിൽ ചെയ്തു വന്നിരുന്നത്. തിരുവിതാംകൂർ കൊട്ടാരത്തിന് വസ്ത്രങ്ങൾ നെയ്യാനായി എത്തിച്ചവരുടെ പിൻതലമുറക്കാർ പിന്നീട് ഈ നാടിൻ്റെ ഭാഗമായി. മംഗലത്തുകോണം, ഉച്ചക്കട, പയറ്റുവിള, പുന്നക്കാട്, പനയറക്കുന്ന്, റസൽപുരം, പെരിങ്ങമല, നെല്ലിവിള, ആലുവിള, ഐറ്റിയൂർ, RC സ്ട്രീറ്റ്, ഭഗവതി നട തുടങ്ങി ബാലരാമപുരത്തിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ 100ഓളം നെയ്ത്തു കേന്ദ്രങ്ങളാണ് സജീവമായുള്ളത്. 1000ഓളം നെയ്ത്തുകാരുമുണ്ട്. 100ലേറെ പരമ്പരാഗത വസ്ത്രനിർമ്മാണശാലകളും വിതരണശാലകളും ഇവിടെ പ്രവർത്തിക്കുന്നു. പ്രകൃതിദത്തമായി പരുവപ്പെടുത്തിയെടുക്കുന്ന നൂലാണ് ബാലരാമപുരം കൈത്തറിക്കായി ഉപയോഗിക്കുന്നത്. നൂൽ നനച്ച് കറ കളഞ്ഞ് പ്രത്യേക റാട്ടിൽ ചുറ്റി പാവാക്കി മാറ്റുന്നു. ഇത് പിന്നീട് വലിച്ചു കെട്ടി അരിമാവിൻ്റെ പശ ചേർത്ത് മിനുസപ്പെടുത്തും. തുടർന്നാണ് നെയ്ത്ത്. കൈത്തറിയിൽ മാത്രമേ യഥാർത്ഥ കസവ് പൊട്ടിപ്പോകാതെ നെയ്തെടുക്കാൻ സാധിക്കൂ. സ്വർണവും വെള്ളിയും ചേർന്ന കസവ് ഗുജറാത്തിൽ നിന്നാണ് എത്തിക്കുന്നത്. 24 ക്യാരറ്റ് സ്വർണം പൂശിയ കസവാണ് ബാലരാമപുരം കൈത്തറിയിലുള്ളത്. പഴമയുടെ പെരുമ വിളിച്ചോതുന്ന പൂർവ്വകാല ബാലരാമപുരം നെയ്ത്ത് ഗ്രാമം ഇന്ന് പ്രധാനമായും കൈത്തറി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന തെരുവാണ്. ഈ തെരുവിൽ തന്നെ ചില കടകൾക്ക് പിന്നിലായി ഇത്തിരി ഇടങ്ങളിൽ നെയ്ത്ത് നടക്കുന്നുണ്ട്. ബാക്കി വലിയ രീതിയിലുള്ള നെയ്ത്ത് പല ഭാഗങ്ങളിലും വീടുകളിലും സ്ഥാപനങ്ങളിലുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു.